ചില ഡ്രസ്സിൽ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ തന്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന രംഗമാണ്. ഇവിടെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ പേരുകളൊക്കെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഈശോ വിശദമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകി അവരെ മുന്നോട്ട് അയക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഈശോ അവരെ അയക്കുമ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോകരുത്, ഇന്ന പട്ടണത്തിൽ പോകണം, ഇനി അവിടെ ചെന്നാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, യോഗ്യതയുള്ള ഭവനം ഏതാണെന്ന് കണ്ടുപിടിക്കണം, അവരോടൊത്ത് നിങ്ങൾ താമസിക്കണം, ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭവനത്തിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ സമാധാനം ആശംസിക്കണം, ഇനി ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമങ്ങളിലോ നിങ്ങൾ സ്വീകരിക്കാതെ ഇരുന്നാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈശോ ശിഷ്യന്മാരെ അയക്കുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രകാരമാണ്, ഈശോ ചുമ്മാ 12 പേരെ സെലക്ട് ചെയ്തിട്ട് വെറുതെ വേറെ ഒരു പണിയില്ല അത് തന്നെ നിങ്ങൾ അവിടെ പൊക്കോ എന്ന് പറഞ്ഞിട്ട് വെറുതെ അയക്കുകയല്ല. മറിച്ച് ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഒരു ദൗത്യത്തിനായിട്ട് അയക്കുമ്പോൾ ഈശോയുടെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഈശോ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയുമായിട്ടാണ് ഈശോ തന്റെ ശിഷ്യന്മാരെ അയക്കുന്നത്. നമ്മളൊരു ഇന്നും സഭയിൽ ഈ ഒരു പദവി തുടർന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈശോയുടെ ശിഷ്യന്മാർക്കുള്ള ഈ ദൗത്യങ്ങൾ ഇന്നും സഭയിൽ തുടർന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം ഇതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈശോ ഡിസൈൻ ചെയ്ത ഒരു പദ്ധതിയാണ്, അല്ലെ? ഈശോയുടെ ശിഷ്യന്മാര് ഇന്ന പോലെയൊക്കെ ചെയ്യണം, ഇന്ന പോലെയൊക്കെ ശുശ്രൂഷ ചെയ്യണമെന്ന് ഈശോ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് ഇന്നും സഭയിലൂടെ ഈശോ തന്നെ കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്തി ഈശോ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നയിക്കുന്ന, അല്ലെ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഈ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ ശിഷ്യന്മാരുടെ പിൻഗാമികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരാൽ നയിക്കപ്പെടുന്നതിനും അവരിലൂടെ ഈശോ നമ്മളെ നയിക്കുന്നതിനും ഇടയാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.